ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ പൈത്തൺ ഡേറ്റ ടൈപ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് ഡേറ്റ ടൈപ്സ്? അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ നമുക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതാണ് ഡേറ്റ ടൈപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു ഡേറ്റ കാറ്റഗറൈസ് ചെയ്യുന്നത് അല്ല അറേഞ്ച് ചെയ്തേക്കുന്നത്. അതൊരു ഇൻറ്റിജർ ഡേറ്റയാണോ, അതൊരു ഡെസിമൽ പോയിൻ്റ് ഉള്ളൊരു ഡേറ്റയാണോ, അല്ലെങ്കിൽ അതൊരു ക്യാരക്ടറായിട്ടുള്ളൊരു ഡേറ്റയാണോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വരുന്ന ഡേറ്റയാണോ. അങ്ങനെ ഡേറ്റയെ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതാണ് ഡേറ്റ ടൈപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏത് കാറ്റഗറിയിൽ ആണ് നമ്മുടെ ഈ ഒരു നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡേറ്റ വരുന്നത്. സോ അതാണ് ഡേറ്റ ടൈപ്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു പേഴ്സൻ്റെ ഐ ഡി ആണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ആയിരിക്കും. അതിനകത്തൊരു നമ്പർ ഡേറ്റ ടൈപ്പ്, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് എന്നാണ്. സോ നമുക്കൊരു പേഴ്സൻ്റെ നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രിങ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. സ്ട്രിങ് എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനാണ് നമ്മളൊരു സ്ട്രിങ് എന്ന് പറയുന്നത്. സോ നെയിം ഈസ് എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. സോ നമ്മൾ നെയിമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് പൈത്തൺസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡേറ്റ ടൈപ്സ് 5 ആയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ന്യൂമറിക് ഡേറ്റ ടൈപ്പ്, സെക്കൻഡ് വൺ ഈസ് ഡിക്ഷണറി, തേർഡ് വൺ ഈസ് ദ ബൂളിയൻ, ഫോർത്ത് വൺ സെറ്റ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ സീക്വൻസ് ടൈപ്പ്. അഗെയിൻ നമ്മൾ ന്യൂമറിക് ഡേറ്റ ടൈപ്പിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻറ്റിജർ, ന്യൂമറിക് ആയിട്ടുള്ള ഒരു ഇതിനെ ഇൻറ്റിജർ എന്നാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്ലക്സ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ് ഈസ് അവൈലബിൾ. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലോട്ട്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ് ഈസ് അവൈലബിൾ. അതേപോലെ തന്നെ നമുക്ക് ഡിക്ഷണറി, സെറ്റ്, സീക്വൻസ് ഡേറ്റ ടൈപ്സ്, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ന്യൂമറിക് ഡേറ്റ ടൈപ്സ്. ന്യൂമറിക് ഡേറ്റ ടൈപ്സ് മീൻസ് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ ടൈപ്സ് ആണ്. അല്ല നമ്മുടെ ഇൻപുട്ട് വാല്യൂ ഇസ് എ നമ്പർ. ദെൻ ആ ഇൻപുട്ട് വാല്യൂവിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ഈസ് എ നമ്പർ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂമറിക് ഡേറ്റ ടൈപ്സ് ഈസ് അവൈലബിൾ. ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റിജർ. അപ്പോൾ ഇൻറ്റിജറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് മീൻസ് എ സെറ്റ് ഓഫ് റിസർവ്ഡ് വേർഡ്സിനാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. സോ ഇൻറ്റ് ഈസ് എൻ എക്സാമ്പിൾ for keyword. അപ്പോൾ int എന്ന് കണ്ടു കഴിഞ്ഞാൽ Python understand it's a keyword. It is used for representing numeric data types അല്ലെ integer data types. ഓക്കെ, നമുക്കൊരു വേരിയബിൾ നെയിം ആയിട്ടോ ഒരു ഐഡൻറ്റിഫയർ ആയിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൺസിഡർഡ് ആസ് എ കീവേഡ്, റിസർവ്ഡ് വേർഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് റിസർവ് ചെയ്തേക്കുന്നത്? ഇൻറ്റിജർ നമ്പേഴ്സ് സൈൻഡ് ആവാം, നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സോ നെഗറ്റീവ് നമ്പേഴ്സോ അങ്ങനെയുള്ള ഇൻറ്റിജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നം ഈസ് ഈക്വൽ ടു 5. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, എന്താണോ നമ്മൾ ഡേറ്റ അസൈൻ ചെയ്യണേ അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണോ അതായിരിക്കും ഈ ഒരു വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന 5 എന്നൊരു നമ്പറാണ്. സോ 5 ഈസ് എൻ ഇൻറ്റിജർ. അതൊരു ഡെസിമൽ പോയിൻറ്റ്സ് അങ്ങനെ ഒന്നുമില്ല. സോ 5 ഈസ് എൻ ഇൻറ്റിജർ വാല്യൂ. സോ നം ഈസ് ഓൾസോ അൻ ഇൻറ്റിജർ. നം എന്ന് പറയുന്ന വേരിയബിളും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇൻറ്റിജറിനെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് ഇൻ്റ് എന്നുള്ളൊരു കീവേഡോ അങ്ങനെയുള്ളതൊന്നും പ്രത്യേകിച്ച് നമ്മൾ പ്രോഗ്രാമിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇൻ്റ് നമ്മൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. അപ്പോൾ എന്താണോ നമ്മൾ പൈത്തൻ്റെ ഒരു പ്രത്യേകത അതാണ്, നമ്മളെല്ലാത്തിനകത്തും വേറെ അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലൈക്ക് C++, ജാവയിലൊക്കെ നമ്മൾ കറക്റ്റായിട്ടും ഓരോ വേരിയബിൾസ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണമായിരുന്നു. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ എന്താണോ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അതിനനുസരിച്ചിട്ടായിരിക്കും ആ വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇനി നമുക്കിതൊന്ന് വേണേൽ പ്രിൻറ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിൻറ്റിങ് സം വാല്യൂസ്. ഓക്കെ, അല്ലെ സം മെസ്സേജസ് ഒക്കെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ പ്രിൻറ്റിൻ്റെ സിൻറ്റാക്സ് പ്രിൻറ്റ് എഴുതുക, ദെൻ ബ്രാക്കറ്റിനകത്ത് എന്താണോ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. സോ ഇവിടെ നമുക്ക് ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം. ഈ കാണുന്ന രീതിയിലുള്ള ഔട്ട്പുട്ടിലുള്ള ഒരു
മെസ്സേജ് ആയിരിക്കണം പ്രിൻറ്റ് ചെയ്യണേ. സോ 5 പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ കറസ്പോണ്ടിങ് വാല്യൂ ഇസ് ഇൻ num1 എന്നുള്ളൊരു വേർഡിനകത്ത് അല്ലെങ്കിൽ ഒരു വേരിയബിളിനകത്ത് ഈ 5 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രിൻറ്റ് ചെയ്യാം കേട്ടോ. ദെൻ ഞാൻ നെക്സ്റ്റ് ടൈപ്പ് എന്നുള്ളൊരു ഡേറ്റ ടൈപ്പ് ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഡേറ്റ ടൈപ്പ് ഓഫ് ദി നം പ്രിൻറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഏത് വേരിയബിൾസിൻ്റെയും ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ആ ഒരു വേരിയബിളിൻ്റെ പേര് കൊടുത്താൽ മതി. സോ അത് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ടൈപ്പ് ഏതാണെന്ന് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഈ num1 ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു ഇൻറ്റിജർ നമ്പറാണ്. സോ num1ൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റ് ആയിരിക്കും. സോ ഇൻറ്റ് എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഓഫ് num1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടായിട്ട് വരുന്ന ഈ ഒരു ഫോമിലായിരിക്കും ക്ലാസ് ഇൻറ്റ് എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ അണ്ടറിലാണ് നമുക്ക് ഈ ഒരു num1 എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലോട്ട്. Float means it represents the decimal points. ഇപ്പോൾ decimal points ഉള്ള നമ്പർ, ഫോർ എക്സാമ്പിൾ 2.0. അപ്പോൾ അത് ഞാനൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു, num2 ഈക്വൽ ടു 2.0. ഇതിൻ്റെ മീനിങ് പൈത്തൺ മനസ്സിലാക്കുന്നത് 2.0 is a decimal number. സോ ഈ ഡെസിമൽ വാല്യൂ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ടു ദി num2. സോ num2ൻ്റെ ഡേറ്റ ടൈപ്പ് എന്ത് തന്നെയായിരിക്കും? ഒരു ഡെസിമൽ ആയിരിക്കും. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഫ്ലോട്ട് വെച്ചിട്ടായിരിക്കും നമ്മളൊരു പൈത്തണിൽ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം num2 പ്രിൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് num2 പ്രിൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് വരും? ഏത് ക്ലാസ്സിൻ്റെ അണ്ടറിലാണ്? ഫ്ലോട്ട് എന്നുള്ളൊരു ക്ലാസ്സിൻ്റെ അണ്ടറിലാണ് എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് നമുക്ക് കിട്ടും. ടൈപ്പ് ഓഫ് num2 എന്ന് പ്രിൻറ്റ് ചെയ്താൽ ദെൻ അതിന് മുന്നിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഓർക്കുക, ഞാനിപ്പോൾ ഒരു സിംഗിൾ കോട്ട് ഡബിൾ കോട്ട് ഇല്ലാതെ പ്രിൻറ്റിനകത്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ num2 എന്ന് കൊടുത്തിട്ടില്ലേ, സോ അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് വാല്യൂ എന്താണോ ആ വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് num2ൻ്റെ വാല്യൂ 2.0 ആണ്. അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തത്. ഇനി എനിക്ക് എന്തെങ്കിലും അതേപടി മെസ്സേജ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയുള്ളൊരു മെസ്സേജ് ഔട്ട്പുട്ടിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഐദർ സിംഗിൾ കോട്ട് ഓർ ഡബിൾ കോട്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് അതേപടി പ്രിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു സിംഗിൾ കോട്ടിൽ ഈസ് ഓഫ് ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അത് അതേപടി ഔട്ട്പുട്ടിൽ പ്രിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് കോമ നമുക്ക് എന്തെങ്കിലും ഇത് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫസ്റ്റിലെ നമ്മൾ num2 അതിൻ്റെ കൂടെ നമ്മൾ ഈസ് ഓഫ് ടൈപ്പ് കൊടുത്തു, ദെൻ കോമ ഇട്ടു, ദെൻ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് പോവുകയാണ് ടൈപ്പ് ഓഫ് num2. ടൈപ്പ് ഓഫ് num2 എന്ന് പറഞ്ഞാൽ num2ൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണോ അത് നമുക്ക് ഔട്ട്പുട്ടിൽ വരുമ്പോൾ അതൊരു ക്ലാസ് ആയിട്ടാണ്, ഫ്ലോട്ട് എന്നുള്ളൊരു ക്ലാസ്സിൻ്റെ അണ്ടറിലാണ് എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോംപ്ലക്സ്. തേർഡ് വരുന്ന ന്യൂമറിക് ഡേറ്റ ടൈപ്പ് ഈസ് കോംപ്ലക്സ്. സോ ഇറ്റ് ഹോൾഡ്സ് ദ കോംപ്ലക്സ് നമ്പേഴ്സ്. നമുക്കിപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 1 + 2j ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. സോ ഈ രീതിക്ക് നമുക്കൊരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഇപ്പോൾ ഡേറ്റ ടൈപ്പ് ആയിട്ട് വരുന്ന നമുക്ക് പ്രിൻ്റ് ആയിട്ട് വരുന്നത് കോംപ്ലക്സ് എന്നായിരിക്കും. ദെൻ ഇവിടെ നമ്മൾ num3ൽ വരുന്ന, ഇപ്പം num3 നോക്കുന്നു, എന്താണോ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അത് തന്നെയായിരിക്കും num3ൽ അസൈൻഡ് ആയി വരുന്നത്, num3യുടെ ഡേറ്റ ടൈപ്പ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ നമ്മൾ കൊടുക്കുന്ന 1 + 2j ആണ്. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് നമ്പർ. സോ num3 ഈസ് റെപ്രസെൻറ്റഡ് ആസ് അണ്ടർ ദി കോംപ്ലക്സ് എന്നുള്ളൊരു ക്ലാസ്സിൻ്റെ അണ്ടറിലാണ് ഇത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് ന്യൂമറിക് ഡേറ്റ ടൈപ്സ് ആയിട്ട് നമ്മൾ പൈത്തണിൽ ഉപയോഗിക്കുന്നത്: ഇൻറ്റ്, ഫ്ലോട്ട്, കോംപ്ലക്സ്. The next one is the sequence data types in Python. ഇപ്പോൾ സീക്വൻസ് ഡേറ്റ ടൈപ്സ് പൈത്തണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ഒന്ന് ഒരു അറേഞ്ച്മെൻറ്റ്സിൽ അല്ലെങ്കിൽ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്കൊന്ന് സ്റ്റോർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന 3 സീക്വൻസ് ടൈപ്സ് ആണ് സ്ട്രിങ്, ലിസ്റ്റ് ആൻഡ് ടപ്പിൾ. സ്ട്രിങ്, ലിസ്റ്റ് ആൻഡ് ടപ്പിൾ. ഇപ്പോൾ സ്ട്രിങ് നമുക്കറിയാം, സ്ട്രിങ് ഈസ് എ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. സ്ട്രിങ് ഈസ് എ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ഇപ്പോൾ സ്ട്രിങ് 1 എന്നുള്ളൊരു വേരിയബിൾ നെയിമാണ്. ഇതൊരു വേരിയബിൾ നെയിമാണ്. ഈക്വൽ ടു, വേരിയബിൾ നെയിം ഈക്വൽ ടു എന്താണ് നമ്മുടെ മെസ്സേജ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് വാല്യൂ. ഇപ്പോൾ ഇവിടെ സിംഗിൾ കോട്ടിൽ വെൽക്കം ടു ഇലാഹിയ എന്ന് കൊടുത്തേക്കുവാണ്. സിംഗിൾ കോട്ടാണ്. സോ ഇറ്റ്സ് റെപ്രസെൻറ്റ്സ് എ സ്ട്രിങ്. ഡബിൾ കോട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല. സോ എന്താണോ നമ്മൾ കൊടുക്കുന്നത്, റൈറ്റ് സൈഡിൽ കൊടുക്കുന്നത്, അത് തന്നെയായിരിക്കും അതിൻ്റെ ഡേറ്റ ടൈപ്പായിട്ട് വരുന്നത്. സോ സ്ട്രിങ് 1 എന്നുള്ള വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പും സ്ട്രിങ് തന്നെയായിരിക്കും. ദെൻ
നെക്സ്റ്റ് പ്രിൻറ്റ് സ്ട്രിങ് 1. സ്ട്രിങ് 1ൽ എന്താണോ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത് അത് അതേപടി നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് മോർ ദാൻ 1 ക്യാരക്ടേഴ്സ്. അതിനാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന യൂസിങ് ഐദർ സിംഗിൾ കോട്ട് ഓർ ഡബിൾ കോട്ട്. The next one is the list. List is an ordered collection of data. ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഡേറ്റ, കളക്ഷൻ ഓഫ് ഡേറ്റ നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്പേഴ്സും കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രിങ്ങിൻ്റെ കളക്ഷൻസും റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സ്ട്രിങ്ങിൻ്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ ലിസ്റ്റ് എപ്പോഴും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്രാക്കറ്റ് നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേണം ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ. ലിസ്റ്റ് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. സോ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഞാനിപ്പോൾ ഇവിടെ 3 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ വാല്യൂസിനെ നമ്മൾ പറയുന്ന പേര് ഐറ്റംസ് എന്നാണ്. ലിസ്റ്റിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ വാല്യൂസും ഐറ്റംസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എല്ലാ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ലിസ്റ്റ് 1 ഈക്വൽ ടു, ലിസ്റ്റ് 1 ഈസ് എ നെയിം, ഒരു ലിസ്റ്റിൻ്റെ പേരാണ് ലിസ്റ്റ് 1. ഈക്വൽ ടു അതിനകത്തേക്ക് ഒരു വാല്യൂസ് അസൈൻ ചെയ്യുവാണ്. അപ്പോൾ ഇതൊരു ലിസ്റ്റാണ്. സോ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. എന്നിട്ട് ഇതിനകത്ത് ഞാൻ 3 സ്ട്രിങ് ആണ് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 3 സ്ട്രിങ്സ് ആണ്. സോ സ്ട്രിങ് ആയതുകൊണ്ട് നമുക്ക് ഡബിൾ കോഡ്സ് അല്ലെങ്കിൽ സിംഗിൾ കോഡ്സ് യൂസ് ചെയ്യാം. സോ ഈ ഒരു ലിസ്റ്റ് 1-നകത്ത് ആപ്പിൾ, ഓറഞ്ച്, ബനാന ഈ 3 സ്ട്രിങ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഈ 3 സ്ട്രിങ് നമ്മൾ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ എത്ര സ്ട്രിങ് വേണേലും നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. ഓരോന്ന് സ്റ്റോർ ചെയ്യുന്നതിന് ഇടയിൽ കോമ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ. സോ പ്രിൻറ്റ് ലിസ്റ്റ് 1. ലിസ്റ്റ് 1 പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും, ആപ്പിൾ, ഓറഞ്ച്, ബനാന. ഓക്കെ, ഇങ്ങനെ 3 പേരുകളായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് യൂസിങ് ഡബിൾ കോഡ്സോ അല്ലെങ്കിൽ സിംഗിൾ കോഡ്സോ കൊടുക്കാം. നമുക്ക് ഔട്ട്പുട്ടിൽ ഈ ഒരു റെപ്രസെൻറ്റേഷനിലായിരിക്കും വരുന്നത്. ഇത് ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. The next one is tuple. Tuple is just like a list. ലിസ്റ്റ് പോലെ തന്നെ കളക്ഷൻ ഓഫ് ഡേറ്റ ആണ്. പക്ഷെ ടപ്പിളിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഓർഡേർഡ് തന്നെയാണ്. ലിസ്റ്റ് പോലെ തന്നെ ടപ്പിളും ഓർഡേർഡ് ആണ്, കളക്ഷൻ ഓഫ് ഡേറ്റ തന്നെയാണ്. പക്ഷെ ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ടപ്പിൾസ് ആർ ഇമ്മ്യൂട്ടബിൾ. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ആ ടപ്പിളിനെ നമുക്ക് പിന്നെ മോഡിഫൈ ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഓക്കെ, അതാണ് നമ്മൾ ഇമ്മ്യൂട്ടബിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലിസ്റ്റ് ഈസ് എ മ്യൂട്ടബിൾ ആണ്. ലിസ്റ്റിൽ നമുക്ക് എഴുതിയേക്കുന്ന സംഭവം ഉള്ളത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഓൾറെഡി അതിനകത്തേക്ക് ആ സെയിം പ്ലേസിലേക്ക് വേറെ ആഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. സോ ലിസ്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് മ്യൂട്ടബിൾ ഡേറ്റ. പക്ഷേ ടപ്പിൾ ഈസ് കൺസിഡേർഡ് ആസ് ഇമ്മ്യൂട്ടബിൾ ഡേറ്റ. ഇമ്മ്യൂട്ടബിൾ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് ഈ ആപ്പിളിനെ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ വാട്ടർമെലൺ അത് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു തവണ ടപ്പിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടപ്പിളിലെ എലമെൻറ്റ്സ് മോഡിഫൈ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. അതാണ് ടപ്പിളും ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഇതിൻ്റെ റെപ്രസെൻറ്റേഷനിൽ വന്നു കഴിയുമ്പോൾ ടപ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റില്ല, നോർമൽ ബ്രാക്കറ്റ്, അതായത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റിൻ്റെ ഇടയിലാണ്. പക്ഷേ ലിസ്റ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ്. ഇതാണ് സീക്വൻസ് ഡേറ്റ ടൈപ്സ് ഇൻ പൈത്തൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next data type is set data types in Python. Another one is set. Set എന്നുള്ള ഒരു ഡേറ്റ ടൈപ്പ് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് തന്നെയാണ്, പക്ഷേ അൺഓർഡേർഡ് കളക്ഷൻ ആണ്. അതിൻ്റെ ഓർഡർ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും നമ്മളിത് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. സോ ഇതിൻ്റെ ഓർഡർ ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഓർഡറിന് അവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. സോ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മളൊരു കേളി ബ്രേസിൻ്റെ ഇടയിലാണ്. ഓക്കെ, നമ്മളൊരു കേളി ബ്രേസ് എന്നാണ് പറയുന്നത്. കേളി ബ്രേസിൻ്റെ ഇടയിലാണ് നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പണിങ്ങിലും ഉണ്ടാവും, എൻഡിലും ഉണ്ടാവും. ഈ കളക്ഷൻ ഓഫ് ഐറ്റംസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന കോമ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതാണ് സെറ്റ് ഡേറ്റ ടൈപ്പ്. ഇപ്പോൾ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് തന്നെയാണ്, പക്ഷെ അൺഓർഡേർഡ് ആണ്. അതിൻ്റെ വാല്യൂസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോമാസ് യൂസ് ചെയ്യാം. ദെൻ ഇതൊരു കേളി ബ്രേസിൻ്റെ ഉള്ളിലാണ് ഈ ഒരു
സെറ്റ് എലമെൻറ്റ്സ് നമ്മൾ എഴുതുന്നത്. The next one is dictionary data type in Python. Dictionary data type is another ordered collection of items. ഇതും സെറ്റ് ഓഫ് ഐറ്റംസ് ആണ്, പക്ഷെ ഓർഡേഡ് കളക്ഷൻസ് തന്നെയാണ്. ഇവിടെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എലമെൻസിനെ സ്റ്റോർ ചെയ്യുന്ന കീ വാല്യൂ പെയേഴ്സ് ആയിട്ടായിരിക്കും. ഒരു കീ ഉണ്ടായിരിക്കും, അതിന് കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ടായിരിക്കും. അങ്ങനെ കീ വാല്യൂ പെയേഴ്സ് ആയിട്ടായിരിക്കും. അതിൽ കീസ് എന്ന് പറയുന്നത് യുണീക്ക് ഐഡൻറ്റിഫയേഴ്സ് ആയിരിക്കും. കാരണം ഇത് ഈ ഒരു ഡിക്ഷണറി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഓരോ എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യുണീക്ക് കീ ഉണ്ടായിരിക്കും. ആ കീനെ ബേസ് ചെയ്തിട്ടായിരിക്കും വാല്യൂസ് നമ്മൾ എഴുതുന്നത്. സോ ഇവിടെ ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ക്യാപിറ്റൽ സിറ്റി ഈക്വൽ ടു, ഇവിടെ നമ്മൾ കേളി ബ്രേസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വേറെ നമുക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ വരുന്ന കേളി ബ്രേസ് ബ്രാക്കറ്റിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന കീ വാല്യൂ പെയേഴ്സ് ആയിരിക്കും. പിന്നെ അത് സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് ഇലമെൻറ്റ്സ് ആണ്. ഓരോ ഇലമെൻറ്റ്സും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നൊരു കോമ വെച്ചിട്ടാണെന്ന് പറഞ്ഞായിരുന്നു. സോ ഇവിടെ കോമ വരുന്നത് ഇവിടെ എത്തുമ്പോഴാണ്. അതായത് നേപ്പാളും അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയും, അതേപോലെ അടുത്തതിനകത്ത് വരുമ്പോൾ ഇറ്റലിയും അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയും. ഇവിടെ എത്തിയപ്പോഴാണ് സെമിക്കോളം വന്നത്. അടുത്ത ഇംഗ്ലണ്ടും ലണ്ടനും. അപ്പം ഇതിനകത്ത് നമ്മൾ പറയുന്ന നേപ്പാൾ, ഇറ്റലി, ഇംഗ്ലണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? കീ വാല്യൂസ് ആണ്. അപ്പോൾ ഈ കീ വാല്യൂസും കീസാണ്. ഈ കീസും വാല്യൂസും തമ്മിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു കോളൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ഡിക്ഷണറിയുടെ ഫോർമാറ്റ്. ഡിക്ഷണറി മെയിനായിട്ടും യൂസ്ഡ് ഫോർ ഇലമെൻറ്റ്സ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കീ വാല്യൂ പെയേഴ്സ് ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കേളി ബ്രേസ് ഇടുക. ദെൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കീ, അത് നമ്പർ ആവാം അല്ലെങ്കിൽ നമുക്ക് സ്ട്രിങ് ആവാം. സ്ട്രിങ് ആണെങ്കിൽ നമ്മൾ ഡബിൾ കോട്ട്സിലോ അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സ് യൂസ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് കീ എഴുതി കഴിഞ്ഞാൽ നമ്മളൊരു കോളൻ ഇടുക. കോളൻ ഇട്ടു. ദെൻ നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് വാല്യൂ ആണ്. അപ്പോൾ ഇറ്റലിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റോമാണ്. സോ ഇറ്റലി എന്ന് എഴുതി കോളൻ, ദെൻ അടുത്ത റോം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കോമ ഇടുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഐറ്റമാണ്. ഇപ്പം നേപ്പാളും അതിൻ്റെ ക്യാപിറ്റലും, ഇറ്റലിയും അതിൻ്റെ ക്യാപിറ്റലും, ഇംഗ്ലണ്ടും അതിൻ്റെ ക്യാപിറ്റലും. സോ ഇവിടെ 3 ഐറ്റംസ് ആണുള്ളത്. ഒന്ന് നേപ്പാൾ, ഒന്ന് ഇറ്റലി, ഒന്ന് ഇംഗ്ലണ്ട്. അപ്പോൾ ഈ കീ വാല്യൂസ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. 2 ഇംഗ്ലണ്ട് ഉണ്ടാവില്ല. ഓക്കെ, മെയിനായിട്ടും കീ വാല്യൂസ് അല്ല, കീസ് ആർ യുണീക്സ് ആയിരിക്കും. ഓരോ കീസിനും അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. കീ എപ്പോഴും യൂണീക്ക് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. The next one is the Boolean data type. Boolean data type എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ട്രൂ ഓർ ഫോൾസ് വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൂളിയൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് പ്രോഗ്രാമിങ്ങിൽ ഒരു ബൂളിയൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് വാല്യൂ നമുക്ക് സേവ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ബൂളിയൻ ഡേറ്റ ടൈപ്പിൻ്റെ അണ്ടറിലായിരിക്കും. അപ്പം ഇതൊക്കെ നമുക്ക് ഈ ഒരു ഡേറ്റ ടൈപ്സ് എല്ലാം നമ്മൾ പറയുന്നു, പക്ഷെ അത് ഒരിടത്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എഴുതേണ്ട കാര്യമില്ല. ഈ ഒരു സ്ട്രിങ് എന്നോ ലിസ്റ്റ് എന്നോ ടപ്പിൾ എന്നോ നമ്മളിവിടെ എഴുതേണ്ട കാര്യമില്ല. ഓരോന്നിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ടപ്പിൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ടപ്പിൾ. ഇതിനൊരു കേളി ബ്രേസ് ആണ് കണ്ടു കഴിഞ്ഞെങ്കിൽ അതെന്താണ്? സെറ്റായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്കൊരു ലിസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഡിക്ഷണറി കേളി ബ്രേസ് തന്നെയാണ്, പക്ഷേ അതിനകത്ത് കീയും ഉണ്ടായിരിക്കും വാല്യൂസും ഉണ്ടായിരിക്കും. ഇൻ ബിറ്റ്വീൻ ഒരു ഇതിൻ്റെ ഇടയിൽ ഒരു കോമയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് കോമ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഐറ്റംസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയാണ് ഡേറ്റ ടൈപ്സ് ഇൻ പൈത്തൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.